ഹലോ. ഹലോ, ആരിഫ് ഹുസൈനാ? അതെ. ആരാണ്? അത് ഒരാള് വിളിച്ചാണ്. പേര് പറയൂ. പേര് ഉസ്മാൻ. ഉസ്മാൻ. ഉസ്മാൻ എന്നല്ലല്ലോ ട്രൂ കോളറിൽ കാണിച്ചത്. ഒരു മിനിറ്റ്. എന്താണ്? എന്താണ്? മുഹിയുദ്ദീനോ? മുഹിയുദ്ദീനോ? ആരാ? നമ്പർ. ഓ ശരി, ആയിക്കോട്ടെ. നോണ പറയൂ അല്ലേ? ആയിക്കോട്ടെ, പറയൂ. വേറെ നമ്പർ. ആയിക്കോട്ടെ, പേര് പറയും. അല്ല, നിങ്ങൾ എന്താ വിളിച്ചെന്ന് പറയും. നിങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ വിമർശിക്കുമ്പോഴേ നമുക്ക് നിങ്ങള് കൂടുതൽ അറബി ഗ്രന്ഥങ്ങളുമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പരിഭാഷ വായിച്ചാണ്. അപ്പൊ അറബി അറിഞ്ഞാലേ ഇതൊക്കെ ശരിയോ? അറബി അറിഞ്ഞാൽ മാത്രമേ ഇസ്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ലല്ലോ. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ലല്ലോ ഖുറാനിൽ ഒരുപാട് തഫ്സീറുകൾ ഉണ്ടല്ലോ, വ്യാഖ്യാനങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥങ്ങളാണ്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ പടച്ചവൻ പറയുന്നു ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഇതിൽ ഒരാൾക്ക് ഇസ്ലാമിനോട് ആകർഷ്ടത തോന്നുകയാണ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ? അവന്റെ കർമ്മങ്ങള് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെന്ന്, കടന്നു വരാൻ എന്ത് വേണമെന്നാ ഞാൻ ചോദിക്കുന്നത്. അതായത് പാരമ്പര്യമായിട്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ പറ്റിയാണോ പറഞ്ഞത്? ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരണം. അയാൾ കലിമ ചെല്ലണത് പോട്ടെ, അതിന് മുന്നേ ഇതിലേക്ക് വരുമ്പോ എന്താണ് കണ്ടു മനസ്സിലാക്കേണ്ടത്? അത് അയാൾക്ക് മനസ്സിലായെങ്കിൽ അയാൾ വരിക. എന്ത് മനസ്സിലാവും? എന്താ മനസ്സിലാവുക? ഉദാഹരണം പറഞ്ഞെങ്കിൽ മൂത്രമൊഴിച്ച കഴുകണം. അത് നമുക്ക് അതിന് തെളിവുകളൊന്നും വരണ്ട. ഒരു ചിരട്ടയുടെ പകുതി, അതായത് ഒരു ചിരട്ടയുടെ പകുതി കൂട്ടില്ലേ, അതിന്റെ അകത്ത് പച്ച വെള്ളം വെച്ചു, വേറെ ചിരട്ടയില് മൂത്രം വെച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് വെച്ചു, നാളെ 10 മണിക്ക് പോയി കഴിഞ്ഞാല് ആ മൂത്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ വെള്ളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ നമ്മള് ഹൈന്ദവർ നമ്മൾ ആക്ഷേപിക്കില്ല, അവര് മൂത്രവെച്ച കഴിയണില്ല. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഹിന്ദുക്കളൊന്നും മൂത്രവെച്ച കഴുകാറില്ല. നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ. അല്ല, ഡോക്ടർമാരൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പോ നിങ്ങൾ പല പ്രവർത്തനം. അപ്പൊ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് മൂത്രമൊഴിച്ചാൽ കഴുകാതെ നടക്കുന്ന ഒരു ഹിന്ദു, ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ. അപ്പൊ അയാൾ മനസ്സിലാക്കാനോ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണല്ലേ, ഇസ്ലാമിൽ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലേ. ശരി ശരി, മനസ്സിലായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറയട്ടെ, പറയാൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം. അപ്പൊ ഒരാള് ഹിന്ദു അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇത്രയും ഇതുപോലെ മൂത്രമൊഴിച്ചാൽ കഴുകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്, അതുകൊണ്ട് ഈ മതം ശരിയാണ് എന്ന് വിചാരിച്ച അയാൾ കലിമ ചൊല്ലുന്നു. അതൊരു കാര്യമാണ്. ഒരുപാട് എക്സാമ്പിൾ എടുക്കാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ ആണല്ലോ, ഞാനല്ലല്ലോ പറഞ്ഞത്. ഞാനിപ്പോ ഒരു ഹൈന്ദവന് മൂത്രമൊഴിച്ച് കഴുകുകയാണെങ്കിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് അവനെ ഇസ്ലാം സ്വീകരിക്കാൻ അതൊരു കാരണം പോരെന്നാ ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോ അത് മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ല, ഒരു കാരണം എടുക്കുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. അതൊക്കെ പോട്ടെ, ഇത് അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിൽ 100,000 ക്വാളിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അതിൽ ഒരു ക്വാളിറ്റി ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. ഓക്കെ, ഇൻഫിനിറ്റി ആണ് തന്നെ കൂട്ടുക. അതിൽ ഒരെണ്ണമാണല്ലോ മൂത്രമൊഴിച്ച കഴുകല്. അത് കഴുകാത്ത ആളുകളാണല്ലോ ഇവിടുത്തെ ഹിന്ദുക്കള്. മറ്റുള്ള ആളുകള്, ആയിക്കോട്ടെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. പറഞ്ഞിട്ടാ അങ്ങനെയാണ്, അത് നിർബന്ധിപ്പിക്കുന്നില്ല. കാഫിറുകൾ അങ്ങനെ പറഞ്ഞ നമ്മളെ ഒരു മതത്തിനെ അന്യായമായിട്ട് നമ്മൾ എതിർക്കാൻ തയ്യാറില്ല. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ കാഫിറായിട്ടുള്ള ആള് മൂത്രം ഒഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അയാളെ വഴിക്ക് അങ്ങ് വിടുവോ? അയാൾ നല്ല റെസ്പെക്ട് കൊടുക്കും. അതിപ്പോ അയാളിപ്പോ ഒരു ഇതൊക്കെ ഒരു നല്ല കാര്യമാണെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ വഴിക്കങ്ങ് വിട്ടാ പോരെ? അയാളുടെ വഴിക്കങ്ങ് വിട്ടാ പോരെ? ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിലേക്ക് പുറത്തേക്ക് പോവാൻ, ഇസ്ലാമിൽ നിന്ന് ഇതേപോലെ ഇസ്ലാമിൽ ഒരു മണ്ടത്തരം കണ്ടാ പോരെ, ഒരു തെറ്റായ കാര്യം കണ്ടാ പോരെ? ഇല്ലല്ല, ഇസ്ലാമിന്റെ മൂത്രമൊഴിച്ച് കഴുകാതെ ഇരുന്നാല് പുറത്തു പോവില്ല. ഈ മൂത്രമൊഴിച്ച് കഴുകാത്തല്ല,
ഇസ്ലാമിൽ അടിമയെ വെക്കാൻ പറയുന്നു, ഭാര്യയെ തല്ലാൻ പറയുന്നു, ഇതുപോലെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി അടിമകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നു, അതേപോലെ കൊള്ളയടിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ, പിന്നെ മറ്റു പല അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിൽ ഒരെണ്ണം കണ്ടാൽ പോരെ നമുക്ക് അതിൽ നിന്ന് പോവാൻ? അത് പറയുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് അറബി മുഴുവൻ പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഊളത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ പടച്ചോനെ കളിയാക്കണ പരിപാടിയാണ്. ഇസ്ലാം ഒരു പിതാവ് മകൻ എന്ത് ചെയ്യും, കുറെ അങ്ങോട്ട് ശകാരിച്ചു, കുറെ കണ്ട് കേട്ട് ഒന്നിരിക്കോളം എന്ത് ചെയ്യും, തിരിച്ചു വല്ലതും പറയൂല. നിങ്ങൾക്കിപ്പോ എന്നെ തല്ലാൻ തോന്നുന്നു, എന്നെ തല്ലാൻ തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ തല്ലാൻ തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, ഇസ്ലാമിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. നിങ്ങൾ ഇസ്ലാമിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇസ്ലാമിലെ നെഗറ്റീവ് വശം പറഞ്ഞിരിക്കും, അതിലൊരു സംശയമില്ല. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറി നിന്ന് കരയുക. കാരണം നിങ്ങൾക്ക് ആർട്ടിക്കിൾ 25 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു വെച്ച് മതം പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഉള്ളതുപോലെ എനിക്ക് ഞാൻ പറയുന്ന കാര്യവും പ്രചരിപ്പിക്കാനുള്ള അനുവാദം ഇതേ ആർട്ടിക്കിൾ 25 ഉണ്ട്, ആർട്ടിക്കിൾ 19 ഉണ്ട്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? മുഹമ്മദ് നബി ഉത്തമമായ മാതൃകയാണ്, സ്വതന്ത്ര ചിന്തകരും മുഴുവൻ തെണ്ടികളാണ്, അമ്മയും പെങ്ങളും ബോധിക്കുന്നവരാണെന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കും ഇസ്ലാമിലെ മുഹമ്മദ് നബി ഇത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ള ആളാണോ എന്ന് നമ്മൾ അന്വേഷിക്കും, അത് പുറത്ത് പറയും. അപ്പൊ നമുക്ക് അറിയാം മുഹമ്മദ് നബി പെണ്ണുപിടിയനായിരുന്നു, ബലാത്സംഗിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും, നമ്മളത് പച്ചയ്ക്ക് പറയും. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നത്? അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. ഇതിന് ഉദാഹരണം പറ്റേ പറയാ, എന്റെ ഒരു പിതാവ് കൂട്ടിക്കോളി വളരെ മോശക്കാരനാണ്. ആ പിതാവിന് എന്ത് ചെയ്തു, ജനമധ്യത്തിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടൊരു ചെറുപ്പക്കാരൻ തെറി പറഞ്ഞു, അടിച്ചു. ഒരു മകനാണെങ്കിൽ അവനക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അവന് തിരിച്ച് പ്രതികരിക്കും. അതേമാതിരിയാണ്. ഹലോ, കേക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്ത ഒരു നേതാവും ലോകത്തുണ്ടാവൂല. മുഹമ്മദ് നബിക്ക് ഉണ്ടോ തെറ്റുകുറ്റങ്ങൾ? ഉണ്ടായിരിക്കാം. പ്രമാണങ്ങൾ നോക്കണം, തെറ്റുകുറ്റങ്ങൾ. നിങ്ങളെ വെറും അറബി മലയാളം മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞാൽ അതിന് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ? ചാടല്ലേ. മുഹമ്മദ് നബിക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളാണോ അല്ലേ? ഞങ്ങളെ വിശ്വാസം, ഞങ്ങളെ എന്തൊക്കെയാണ്, അവര് തെറ്റ് ചെയ്യാത്ത ആളുകളാണ് പ്രവാചകന്മാരെ പറ്റി വിശ്വസിക്കുന്നതാണ്. നമ്മൾ അന്വേഷിക്കുമല്ലോ. നിങ്ങൾ ഒരു തെറ്റുപറ്റും ഒന്നും ചെയ്യാത്ത ഒരാളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് പറയുമ്പോൾ ഈ നന്മകൾ മുഴുവൻ ഇസ്ലാമിൽ നിന്നാണ്, അതിന്റെയൊക്കെ മാതൃമ ഉത്തമമായ ഉസ്വത്തുൻ ഹസനയാണ് മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ തെണ്ടിത്തരങ്ങൾ നമ്മൾ വെളിച്ചത്തിടും. നമുക്കെന്താണ്, എനിക്കത് ബാധകമാണ്. നിങ്ങൾക്ക് ബാധകമില്ലെങ്കിൽ നിങ്ങൾ ആ വഴി കൂടെ അങ്ങ് പോയിക്കോളൂ. ആരാ വിളിച്ചോ? ഇല്ലല്ലോ. ആരെങ്കിലും വിളിച്ചോ? ഇല്ലല്ലോ. ഞാൻ മറുപടി പറയുന്നത് മറുപടി അർഹിക്കുന്ന ആളുകൾക്കാണ്. നിങ്ങൾക്കത് ബാധകമല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാലോ. പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? ഹലോ, ചേലാക്രമത്തെ പറ്റിട്ട് എന്റെ ബുദ്ധിയും എന്റെ യുക്തിയും അത് വേണമെന്ന അഭിപ്രായക്കാരനാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞെ, ഇപ്പൊ നമ്മളൊരു സ്ത്രീയുടെയും വേണോ പുരുഷന്റെയും വേണോ? അങ്ങനെയാണോ ഇത് പറഞ്ഞേക്ക്? ഇത് ഒരു സ്ത്രീയുടെയും പുരുഷന്റേതും വേണമെന്നാണോ? സ്ത്രീയുടെയും പുരുഷന്റെയും ചേലാക്രമം വേണമെന്നാണോ അല്ലെന്നാണോ? വേണമെന്നാണ്. സ്ത്രീയുടെയും സ്ത്രീയുടെ വേണമെന്നാണ് നമ്മളെ ഫിഖഹില് പറയുന്നത്. സ്ത്രീയുടെ ജലകർമ്മം ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഈ മൂത്രം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദുർഗന്ധ സാധനമാണ്. അപ്പൊ സ്ത്രീയുടെ ചേലാകർമ്മം എങ്ങനെയാണോ പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ? അത് അതിന്റെ മുകളിൽ കന്ത് നീക്കുക. ശരി, കന്ത് മുറിച്ച് കളയാ. ഒരു തന്നാ മതി. അതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ ചേലാകർമ്മം. അതേത് കിതാബിലാ കൃത്യമായിട്ട് പറയുന്നത്? അതേത് കിതാബിലാ കൃത്യമായിട്ട് പറയുന്നത്? അത് തൊഹ്ഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്. ഇബ്നു ഹജറിന്റെ 10 വാള്യാണ്. ഒരു വാള് എന്ന് പറഞ്ഞാല് ഒരു 10-500 പേജ് ഉണ്ടാവും. ഒരു 1.5 ചാണ് വീതി, ഒരു 2-3 ചാണ് നീളമുണ്ടാവും. അങ്ങനത്തെ 10 വാളുണ്ട്. നിങ്ങൾ ഏത് മർക്കസിലാ ജോലി? ഞാനും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിലേ ആയിക്കോട്ടെ, നമുക്കറിയാം. അല്ല, ഞങ്ങൾക്ക് ചേലാകർമ്മം ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്ത വിശ്വാസികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഏതായാലും ഒരു മിനിറ്റ്. അപ്പൊ ഏതായാലും ഇത് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീ ജലാകർമ്മത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. കാര്യങ്ങൾ വളരെ ഞാനൊരു ഉമ്മൻ എനിക്ക് രാത്രി തന്നെ പണ്ട് ഈ ആരിഫ് ഹുസൈന്റെ പരിപാടിയൊക്കെ പരിപാടി അൽഫഹം എന്തില്ല. നിങ്ങൾ ഈ പറയുന്ന ചേലാകർമ്മം ചെയ്ത് നീക്കുന്ന ഈ തൊലി എന്ന് പറയുന്ന സാധനം അങ്ങനെ പൊഴിഞ്ഞു വന്ന സാധനമല്ല. അത് ഒരു കൃത്യമായ ഒരു ഫിസിയോളജിക്കൽ, ഒരു അനാറ്റമിക്കൽ ഫംഗ്ഷൻ ഉള്ള ഒരു സെക്ഷുവൽ ഫംഗ്ഷൻ
ഫംഗ്ഷൻ ഉള്ള സാധനമാണ്. അതാണ് നിങ്ങൾ മുറിച്ച് കളയുന്നത്. ഇനി നിങ്ങൾ പറയുന്നു, ഒരു മിനിറ്റ് കേൾക്കും. അപ്പോ നിങ്ങൾ ഈ പറയുന്ന സാധനം ഗുണം എന്നൊക്കെ പറയുന്ന സാധനം ഈ ലോകത്ത് എത്ര ശതമാനം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്? ആണുങ്ങളിൽ ഒരു ചെറിയ ശതമാനം. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ആകെ പ്രശ്നം പൊട്ടി വലിച്ച് നടക്കുകയാണെന്നാണോ? അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇത്രയും വലിയ കൂട്ടം ആളുകൾ, ഈ 10% താഴെയുള്ള ആണുങ്ങൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ഈ ലോകത്ത്. അവര് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പറയുന്നത് ഇത് അണുക്കൾ ഉണ്ടാവും, വലിയ പ്രശ്നമാവും എന്നൊക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾ തല്ലിക്കൊഴിക്കേണ്ടത് നിങ്ങളെ വായിൽ കിടക്കുന്ന പല്ലാണ്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ഒരു സാധനമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്ലിനിക്ക് ഏതാണ്? അത് ഈ ഡെന്റൽ ക്ലിനിക്കാണ്, ശുന്നാമണി ക്ലിനിക്ക് അല്ല. മുഹമ്മദ് നബി ഈ പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് നബി ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറയൂ, മുഹമ്മദ് നബി ഇത് ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന ജന്മനാ ചെയ്തെന്ന് പറഞ്ഞത്, അതായത് പ്രസവത്തിൽ ചെയ്തെന്ന് പറഞ്ഞത്. ഈ പ്രസവത്തിൽ ചെയ്തു വരാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്. അതൊരു അസുഖമാണ്, അതൊരു അസുഖമാണ്, അതറിയോ? ജന്മനാ ഇപ്പൊ മുഹമ്മദ് നബി ജനിച്ചു വീഴുമ്പോ പ്രാന്തനാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളത് പ്രാന്ത് സുന്നത്താണെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ? അതില്ല. അപ്പൊ ജന്മനാ ജനിച്ചു വീഴുമ്പോ സുന്നത്ത് ചെയ്തവനായി വരുന്നു എന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തിയ. നിങ്ങൾ മെഡിക്കൽ സയൻസിന്റെ കാര്യം പറഞ്ഞോട് ഞാൻ പറയാണ്, അത് അപ്പോസ്തിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ഒരു കൺജനിറ്റൽ ആബ്സെൻസ് ഓഫ് റിഫ്യൂസ് എന്ന് പറയും. ഓക്കെ, അതൊരു അസുഖമാണ്. ആ അസുഖം നിങ്ങൾ സുന്നത്താക്കുന്നത് എങ്ങനെ ശരിയാവുക? അപ്പം മുഹമ്മദ് നബിക്ക് പ്രാന്തായിട്ടാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാന്ത് ഇതുപോലെ സുന്നത്താണെന്ന് പറയോ? നിങ്ങൾ എന്ത് ലോജിക്കാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ സുന്നാമണി, മുഹമ്മദ് നബിയുടെ സുന്നാമണിയുടെ അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. മുഹമ്മദ് നബിയുടെ സുന്നാമണിയുടെ അസുഖം നിങ്ങൾക്ക് സുന്നത്തായിട്ട് കണക്കാക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രാന്ത് നിങ്ങൾക്ക് സുന്നത്താക്കാൻ പറ്റുന്നില്ല? അതെന്താ വ്യത്യാസം? രണ്ടും അസുഖം തന്നെയല്ലേ? അല്ലേ? എന്തെങ്കിലും ഭ്രാന്തിനോട് കൽപ്പന ചെല്ലോ. ഒരു ഭ്രാന്ത് അതാ ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ സുന്നാമണിക്ക് അസുഖമാണ്, അപ്പോസ്തിയ എന്ന് പറയുന്ന അസുഖം. കൊണ്ട് ചികിത്സിക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം നാട്ടുകാർ മുഴുവൻ അത് സുന്നത്താണെന്ന് പറഞ്ഞ് ഇവിടെ ഇന്ന് ജനിക്കുന്ന ആൺകുട്ടിയുടെ സുന്നാമണി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതാ ഞാൻ ചോദിച്ചത്. മുഹമ്മദ് നബിയുടെ സുന്നാമണിയുടെ അസുഖം നിങ്ങളെ കാഴ്ചപ്പാട് എനിക്കറിയാം. നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്കറിയാം. നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കാഴ്ചപ്പാടാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ, മുഹിയുദ്ദീനിസം നമുക്ക് വേണ്ട. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ നമ്മുടെ വിഷയം ഇസ്ലാമിൽ എന്ത് പറയുന്നു? മുഹമ്മദ് നബി അത് പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കാണ്. എന്റെ ബുദ്ധി നിങ്ങൾ ഉറച്ചു നിന്നോളൂ. പക്ഷെ കാലം അത് ചവറ്റുകൊട്ടയിൽ തള്ളും. അത്രേ ഉള്ളൂ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. റെക്കോർഡ് ചെയ്യോ? ഇതൊക്കെ റെക്കോർഡറാണ്, യൂട്യൂബിൽ വരും. അതെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ടത്തരം ഇത് ഞാനിപ്പോ 2 വിഷയം പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? മണ്ടത്തരം ഒന്ന് മൂത്രച്ച കഴികളെ പറ്റിട്ട്, ഹിന്ദുക്കളൊക്കെ കഴിയാത്തവരാണെന്നുള്ളതിനെ പറ്റിയിട്ട്, വിശ്വാസ നേതാക്കന്മാരെ പറ്റിട്ട് അന്യമായിട്ട് ഇങ്ങനെ കാട് അത് പറയും. റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനം അർഹിക്കുന്നവർക്ക് കൊടുക്കും. ഉസ്വത്തുൽ ഹസനയാണെന്ന് പറഞ്ഞിട്ട് തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെന്റെ വിഷയമല്ല, അത് ലിയാഖത്തിന്റെ രീതിയാണ്. എന്റെ രീതി ഇങ്ങനെയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് പ്രത്യാഘാതം ഉണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരും. എന്താണ് ആ പ്രത്യാഘാതങ്ങൾ? എന്താ ഭീഷണിയാണ്? ഞാൻ മാത്രമല്ല, പലരും കേൾക്കുന്നു. നിങ്ങൾ സമാധാന മതത്തിന്റെ ആളുകളല്ലേ? നിങ്ങൾ കൺട്രോൾ ചെയ്യൂ. എന്താ കൺട്രോൾ ഇല്ലേ? സമാധാന മതത്തിന്റെ കൺട്രോൾ പോയോ? ഒരാളെ മുഖത്തേക്ക് 10 തൊട്ട് അടിക്കുമ്പോഴേ ഓർക്കും പ്രഷർ വരും. സമാധാന മതത്തിന്റെ കൺട്രോൾ പോയോ? അപ്പൊ സമാധാന മതമല്ലേ? നിങ്ങൾ കൺട്രോൾ ചെയ്യൂ. പണ്ടൊരാള് ജോലിക്ക് പോയേ. നിങ്ങൾ സമാധാന മതത്തിന്റെ ആളുകളല്ലേ? സമാധാന മതത്തിന്റെ ആളുകളല്ലേ എന്ന് പറയുന്ന മുഹമ്മദ് നബി സഹനത്തിന്റെ മാതൃകയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്തിനാ ഈ പ്രഷർ പോണത്? അതായത് ക്ഷമിക്കാന്നൊരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞ പ്രതികരിക്കും. മുഹമ്മദ് നബി പറഞ്ഞത് എന്താണ്? ഈമാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. നിങ്ങൾ ക്ഷമിക്കൂ. എന്താ ക്ഷമ കയ്യിൽ പോവോ? ക്ഷമിക്കണം. ക്ഷമ കൈ സാരില്ലടാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.